ഹായ് ഫ്രണ്ട്സ്, കേരള ട്രാവലറിൻ്റെ മറ്റൊരു എഡിറ്റിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ മൂഡി എഫക്റ്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നാണ് നോക്കുന്നത്. ഇമേജ് എഡിറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ഉപയോഗിക്കുന്ന ആപ്പ് അഡോബ് ലൈറ്റ് റൂം എന്ന ആപ്പാണ്. എഡിറ്റ് ചെയ്യേണ്ട ഇമേജ് നമുക്ക് ലൈറ്റ് റൂമിലേക്ക് എക്സ്പോർട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ലൈറ്റ് റൂം ആപ്പ് ഓപ്പൺ ചെയ്ത് ഇമേജ് ഓപ്പൺ ചെയ്യുക. ലൈറ്റ് റൂം ആപ്പ് പ്ലേ സ്റ്റോറിൽ ലഭ്യമാണ്. ഒരുപാട് ആപ്പുകൾ പ്ലേ സ്റ്റോറിൽ ലഭ്യമാണ്. ഞാൻ കോമൺലി ഉപയോഗിക്കുന്ന ആപ്പാണ് അഡോബ് ലൈറ്റ് റൂം. നമുക്ക് എഡിറ്റിംഗ് ആരംഭിക്കാം. നമുക്ക് ഫസ്റ്റ് ഇതിൻ്റെ എക്സ്പോഷർ ഒന്ന് കുറയ്ക്കാം. ഇതിന് ഡാർക്ക് എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് എക്സ്പോഷർ ഒരു -0.25 to -0.34 ആ ഒരു റേഞ്ചിലാണ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്. ഞാനിവിടെ ഒരു -0.35 അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത്. കോൺട്രാസ്റ്റ് നമുക്കൊരു 9 കൂട്ടി കൊടുക്കാം. നിങ്ങളുടെ ഇമേജിനനുസരിച്ചിട്ട് ഇതിൽ വേരിയേഷൻ വരുത്താവുന്നതാണ്. ഞാനിവിടെ കൊടുത്തിരിക്കുന്നത് ഒരു 9 ഒരു 6 to 10 ആ ഒരു റേഞ്ചിൽ നമുക്ക് എടുക്കാം. നമുക്ക് ഹൈലൈറ്റ്സ് നല്ല രീതിയിൽ കുറയ്ക്കണം. ഹൈലൈറ്റ്സ് ഒരു -50 -60 ആ ഒരു റേഞ്ചിൽ കുറയ്ക്കാം. ഞാനിവിടെ ഏകദേശം ഒരു -57 ആ ഒരു റേഞ്ചിലാണ് കുറച്ചിരിക്കുന്നത്. അതിനുശേഷം നമുക്ക് ഷാഡോസ് ഒരു -30 to -35 വരെ കുറച്ച് വെക്കാം. ഇമേജിനൊരു ഡാർക്ക് എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നെക്സ്റ്റ് വൈറ്റ്സ് നമുക്കൊരു -20 ആ ഒരു റേഞ്ചിൽ കുറച്ച് വയ്ക്കാം. 20 to 25 ആ റേഞ്ചിൽ നമുക്ക് നമ്മുടെ ഇമേജിനനുസരിച്ചിട്ട് ചെയ്യാം. നെക്സ്റ്റ് ബ്ലാക്ക് എന്ന് പറഞ്ഞ ഓപ്ഷനാണ്. ബ്ലാക്ക് ഒരു നല്ല രീതിയിൽ -70 to 75 -75 വരെ നമുക്ക് കുറച്ചെടുക്കാം. നമ്മുടെ ഓരോ ഇമേജിനും വ്യത്യസ്തമായ രീതിയിലാണ് കുറയ്ക്കേണ്ടത്. അത് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ മേലെയായിട്ട് കർവ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. ആ കർവ് ക്ലിക്ക് ചെയ്തതിന് ശേഷം അതിൻ്റെ കർവ് നമുക്കൊരു ഒരു സ്ലൈറ്റ് എസ് കർവായിട്ട് മാറ്റുക. ഞാനിപ്പോൾ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന പോലെ ഒരു ഒരു ചെറിയ എസ് കർവായിട്ട് അതിനെ മാറ്റിക്കഴിഞ്ഞാൽ ഇമേജിന് നല്ല രീതിയിലുള്ള ഒരു ഡാർക്ക് എഫക്റ്റ് കിട്ടും. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഇതിൻ്റെ കളറൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് കളർ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ പോയിട്ട് നമുക്കിതിൻ്റെ ടെമ്പറേച്ചർ ഒന്ന് കുറക്കാം. ടെമ്പറേച്ചർ ഒരു -11 -15 ആ ഒരു റേഞ്ചിൽ നമുക്ക് കുറച്ചെടുക്കാം. ഞാൻ ഈ ഇമേജിന് ഒരു -11 അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അടുത്തതായിട്ട് നമുക്ക് ടിൻറ്റ് ഒരു +9 ഒരു +6 to +10 ആ ഒരു റേഞ്ചിലേക്ക് നമുക്ക് ടിൻറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അടുത്തതായിട്ട് നമുക്ക് വൈബ്രൻസ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. വൈബ്രൻസ് ഒരു +6 to +12 ആ ഒരു റേഞ്ചിൽ അഡ്ജസ്റ്റ് ചെയ്യാം. ഞാനിവിടെ ഈ ഇമേജിന് വേണ്ടിയിട്ട് +12 അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് നമുക്ക് ഇമേജിൻ്റെ സാച്ചുറൈസേഷൻ ഒന്ന് കുറയ്ക്കാം. അത് നമ്മൾ ഇതിൽ ചെയ്തിരിക്കുന്ന ഒരു -15 നമുക്ക് -10 to -20 ആ ഒരു റേഞ്ചിലേക്ക് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ് നമ്മൾ ഓരോ ഇമേജിനനുസരിച്ചിട്ട്. അതായത് നമുക്ക് മിക്സിൽ പോയിട്ട് റെഡിൻ്റെ സാച്ചുറൈസേഷൻ ഒരു 100 അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. ലൂമിനൻസിൻ്റെത് 30 to 35 ഞാനിവിടെ ഒരു 33 അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓക്കെ, നമുക്ക് അടുത്തതായിട്ട് ഓറഞ്ച് സെലക്ട് ചെയ്യാം. സാച്ചുറൈസേഷൻ ഒരു +7 to 15 വരെ അഡ്ജസ്റ്റ് ചെയ്യാൻ. ഞാനിവിടെ ഒരു +11 അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത്. ലൂമിനൻസ് 9 to 10 നമുക്കൊരു 9 ഇവിടെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. അടുത്തതായിട്ട് യെല്ലോ സെലക്ട് ചെയ്യാം. യെല്ലോയുടെ സാച്ചുറൈസേഷൻ ഒരു +7 നമുക്ക് +5 to +10 ആ ഒരു റേഞ്ചിലേക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാവുന്നതാണ് ഇമേജിനനുസരിച്ചിട്ട്. നമുക്ക് യെല്ലോയുടെ ലൂമിനൻസ് ഒരു +3 to 5 ആ ഒരു റേഞ്ചിലാണ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്. ഞാനിവിടെ ഒരു +3 ആ ഒരു റേഞ്ചാണ് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. നെക്സ്റ്റ് നമുക്ക് ഗ്രീൻ സെലക്ട് ചെയ്യാം. ഗ്രീനിൽ ഹ്യൂ ഒരു +60 to +17 ആ ഒരു റേഞ്ചിലാണ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കേണ്ടത്.
അതിനുശേഷം സാച്ചുറൈസേഷൻ ഒരു -50, സാച്ചുറൈസേഷൻ നല്ല രീതിയിൽ കുറയ്ക്കുക. ലൂമിനൻസും അതേ രീതിയിൽ തന്നെ -50, -40 ആ ഒരു റേഞ്ചിലേക്ക് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. നമുക്ക് ഓരോ സ്റ്റെപ്പ് കഴിയുന്തോറും നമ്മുടെ ഇമേജിൻ്റെ വേരിയേഷൻസ് നല്ല രീതിയിൽ മനസ്സിലാക്കാൻ പറ്റും. ഈ ഒരു ഏരിയ എത്തുമ്പോഴേ തന്നെ നമ്മുടെ ഇമേജിൻ്റെ സ്കൈയൊക്കെ നല്ല രീതിയിൽ മാറ്റം വന്നിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ബ്ലൂ അഡ്ജസ്റ്റ് ചെയ്യാം. ബ്ലൂവിൽ ഹ്യൂ നമുക്കൊരു +13 അഡ്ജസ്റ്റ് ചെയ്യാം. നമുക്കൊരു +12 to +15 ആ ഒരു രീതിയിൽ ഹ്യൂ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. സാച്ചുറൈസേഷൻ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, നമുക്കൊരു -30 to -35 ആ ഒരു രീതിയിലാണ് അറേഞ്ച് ചെയ്യേണ്ടത്. നമുക്കിവിടെ ഒരു -33 മതിയാവും ഈ ഇമേജിന് വേണ്ടിയിട്ട്. നമുക്ക് ഞാനിതിലൊരു -33 അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് ലൂമിനൻസ് കുറച്ച് കൊടുക്കാം. -25 to -30 ആ ഒരു രീതിയിൽ നമുക്ക് അറേഞ്ച് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ ഒരു -29 ആണ് ഈ ഇമേജിന് വേണ്ടി കൊടുത്തിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് അക്വ സെലക്ട് ചെയ്യാം. അക്വ ഏകദേശം നമ്മൾ ബ്ലൂ സെലക്ട് ചെയ്ത പോലെ തന്നെ അക്വയും ബ്ലൂവും ഏകദേശം സെയിം രീതിയിലാണ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്. നമുക്ക് ഹ്യൂ ഒരു +13 ആക്കാം. സാച്ചുറൈസേഷൻ ഒരു -30, ലൂമിനൻസ് ഒരു -31 to 35 ആ രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഏകദേശം ബ്ലൂ അഡ്ജസ്റ്റ് ചെയ്ത് അതേ രീതിയിൽ തന്നെയാണ് അക്വ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കേണ്ടത്. ഓക്കെ, ഡൺ ചെയ്യുക. അടുത്തതായിട്ട് നമുക്ക് എഫക്ട്സ് സെലക്ട് ചെയ്യാം. എഫക്ട്സിൽ നമുക്ക് ക്ലാരിറ്റി നമുക്കൊരു 11, നമുക്കൊരു 10 to 15 ആ രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യാം. അതിനുശേഷം ഡിഹേസ് നമുക്കൊരു 20 to 25 ആ ഒരു റേഞ്ചിൽ അഡ്ജസ്റ്റ് ചെയ്താൽ മതി നമ്മുടെ ഇമേജിനനുസരിച്ചിട്ട്. നെക്സ്റ്റ് നമുക്ക് അതിനുശേഷം ഡിഹേസ് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഇമേജുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കണം, നമുക്ക് ആവശ്യമായ രീതിയിലേക്കുള്ള എഫക്റ്റ് വരുന്നുണ്ടോ, നമുക്ക് ഈ ഒരു മോഡ് മതിയോ ശ്രദ്ധിക്കണം. അടുത്തായിട്ട് നമുക്ക് വിഗ്നെറ്റ് ഒരു -10 to -15 ആ രീതിയിലാണ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്. ഞാനിവിടെ കൊടുത്തിരിക്കുന്നത് -13 ആണ്. ഈ സ്റ്റേജിൽ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ സ്റ്റേജിലാണ് നമുക്ക് ആവശ്യമായ ഇമേജിൻ്റെ നല്ലൊരു രൂപം വരിക. അപ്പോൾ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക. അടുത്തായിട്ട് നമുക്ക് മിഡ് പോയിൻ്റ് അഡ്ജസ്റ്റ് ചെയ്യാം. മിഡ് പോയിൻ്റ് ഒരു 40 to 45 ആ രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 44 ആണ് കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം റൗണ്ട്നെസ് സെലക്ട് ചെയ്യുക. റൗണ്ട്നെസ് ഒരു 40 to 45, ഞാനിവിടെ 40 ആണ് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം നെക്സ്റ്റ് റൗണ്ട്നെസ് ഒരു 40 അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഹൈലൈറ്റ്സ് സെലക്ട് ചെയ്യാം. ഹൈലൈറ്റ്സ് ഒരു 20 to 25 ആ ഒരു രീതിയിലാണ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്. ഞാനിവിടെ കൊടുത്തിരിക്കുന്നത് 25 ആണ്. അടുത്തതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് സ്പ്ലിറ്റ് ടോണ് സെലക്ട് ചെയ്യാം. സ്പ്ലിറ്റ് ടോണ് സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഹൈലൈറ്റ്സ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. ഹൈലൈറ്റ്സിൽ ഹ്യൂ നമുക്കൊരു 240 to 250 ആ രീതിയിലാണ് അറേഞ്ച് ചെയ്യേണ്ടത്. ഞാനിവിടെ ഒരു 241 ഹ്യൂ സെലക്ട് ചെയ്തിട്ടുണ്ട്. സാച്ചുറൈസേഷൻ അതേ രീതിയിൽ തന്നെ 5 to 10 ആ രീതിയിലാണ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്. ഞാൻ സാച്ചുറൈസേഷൻ ഒരു 6 ആണ് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഷാഡോസ് അഡ്ജസ്റ്റ് ചെയ്യാം. നമുക്ക് ഹ്യൂ ഒരു 200 to 210, 200 to 210 ആണ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്. നമുക്ക് ഹ്യൂ ഇവിടെ ഒരു 207, നമുക്ക് 207 അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. സാച്ചുറൈസേഷൻ അതേ രീതിയിൽ തന്നെ 20 to 30, ഞാനിവിടെ 28 ആണ് സാച്ചുറൈസേഷൻ അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത്. ബാലൻസ് നമുക്കൊരു -13 മതിയാവും. -10 to -15 അഡ്ജസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. നെക്സ്റ്റ് നമുക്ക് ഡീറ്റെയിൽസ് സെലക്ട് ചെയ്യാം. ഡീറ്റെയിൽസിൽ നമുക്ക് നോയ്സ് റിഡക്ഷനാണ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്. ഡീറ്റെയിൽസിൽ പോയിട്ട് നോയ്സ് റിഡക്ഷൻ നമുക്കൊരു 10 to 15 ആ രീതിയിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഞാനിവിടെ ഒരു 12, 13 ആ ഒരു ലെവലാണ് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. കളർ നോയ്സ് റിഡക്ഷൻ നമുക്കൊരു 15 to 20 ആ ഒരു രീതിയിലേക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 19 ആണ് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് സ്റ്റെപ്പ് ഒപ്റ്റിക്സിൽ പോയിട്ട് നമുക്ക് അവിടെ റിമൂവ് ക്രോമാറ്റിക് അബ്രഷൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഇനാബിൾ ചെയ്ത് വെക്കുക. നമ്മുടെ ഇമേജ് മൂഡി ഇമേജ് ആയിട്ട് സെറ്റായിട്ടുണ്ട്. നമുക്കിതിൻ്റെ അവസാനത്തത് ഫൈനൽ എഫക്റ്റ് എങ്ങനെയുണ്ടെന്ന് നോക്കാം.
നമുക്കിവിടെ നമ്മുടെ ഇമേജിന് വെളിച്ചം കൂട്ടണമെങ്കിലും കുറയ്ക്കണമെങ്കിലും നമുക്ക് എക്സ്പോഷർ വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. എക്സ്പോഷർ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നതിലൂടെ ഇമേജിലേക്കുള്ള ലൈറ്റ് കാര്യങ്ങൾ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇപ്പോൾ നമുക്ക് നല്ലൊരു രീതിയിലുള്ള ഡാർക്ക് ഇമേജാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ എക്സ്പോഷർ നല്ല രീതിയിൽ കുറച്ച് കൊടുക്കുക. ഇപ്പോൾ കാണുന്ന പോലെ നമുക്ക് കുറച്ചുകൂടെ ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു ഇമേജാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ എക്സ്പോഷർ കുറച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൂട്ടിക്കൊടുക്കുക. നമുക്ക് എപ്പോഴും ശ്രദ്ധിക്കുക, എക്സ്പോഷർ മൈനസിൽ വരാൻ വേണ്ടി ശ്രമിക്കുക, എന്നാലാണ് മൂഡി ഇമേജിന് നല്ലൊരു എഫക്റ്റ് കിട്ടുക. ഞാനിവിടെ ഒരു -0.29 ആണ് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനി നമുക്കിത് സേവ് ചെയ്യാം.